ഹലോ, ഇത് അന്നമ്മ മാത്യു. ഞാനിവിടെ വുഡ്ലൻഡ്സിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ ജീവചരിത്രം ഇവിടെ ഹ്യൂസ്റ്റണിൽ ആദ്യമായിട്ട് വന്ന എൻ്റെ ജീവചരിത്രം ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് സെന്നി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാനത് അതേക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പാമ്പാടി എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കന്മാർ, ഫാദർ തന്നെ പേര് ഫിലിപ്പോസ് വർഗീസ്, അമ്മയുടെ പേര് മറിയാമ്മ വർഗീസ്. ഗ്രാൻഡ് പേരൻസ് ഫിലിപ്പ് എന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, ഗ്രാൻഡ് മദറിൻ്റെ പേര് മറിയാമ്മ എന്നാണ്. പിന്നെ ഞങ്ങൾ 7 മക്കളാണ്. 4 സഹോദരന്മാരും 3 ഗേൾസുമാണുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവമക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഫാദറിനെ അറിയുന്ന മാൻ ഓഫ് പ്രെയർ എന്നാണ് ആ ദേശത്തൊക്കെ അറിയുന്നത്. എൻ്റെ പേരൻസ് യാക്കോബ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഫെയ്ത്തിൽ വരുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷാവായി സ്വീകരിപ്പാനും യാക്കോബായ സഭയിൽ നിന്ന് ബ്രദറൻ സമുദായത്തിലേക്ക് മാറുവാനിവിടെയായി. അങ്ങനെ ഞങ്ങൾ ചെറുപ്പം മുതലേ മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വരുവാൻ സാധിച്ചു. എപ്പോഴും പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു പിതാവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മക്കളൊക്കെയും ദൈവവഴിയിൽ നടക്കണമെന്ന് മാത്രമേ അവരാഗ്രഹിച്ചുള്ളൂ. ഏതായാലും ദൈവം ഞങ്ങളെ വളരെയധികമായിട്ട് അനുഗ്രഹിച്ചു. ആ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഞാൻ പ്രൈമറി സ്കൂളിൽ പാമ്പാടിൽ ആലാമ്പള്ളി എന്ന സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂളിൽ പാമ്പാടി MGM ഹൈസ്കൂളിലാണ് പഠിച്ചത്. പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. എൻ്റെ കൊച്ചു ബ്രദറിന് എന്തോ അസുഖമായപ്പോൾ ഞാനും കൂടെ പോയി. 10-12 വയസ്സേ ഉള്ളൂ. അന്നേരം ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ സ്ട്രക്ചറിലിട്ട് കൊണ്ടുപോകുന്ന കണ്ടു. അന്നേരം എന്തോ ഈ പേഷ്യൻറ്റ് മൂവ് ചെയ്യുകയും എന്തോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഈ നേഴ്സ് വളരെ റൂഡായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. ഇതന്നെ ഇവരിങ്ങനെ പറയുന്ന ഒരു പാവപ്പെട്ട പേഷ്യൻ്റാണല്ലോ. ആ നിമിഷം എൻ്റെ മനസ്സിലൊരു ഇത് തോന്നി, എനിക്ക് ദൈവം ഒരവസരം തന്നാൽ ഞാനൊരു നേഴ്സായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എല്ലാവരെയും വളരെ നല്ലതായിട്ട് നോക്കും. അതിന് ദൈവം എനിക്ക് കൃപ തരണമെന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. വളരെ ചെറുപ്പത്തിലാണ് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഹൈസ്കൂളൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ പല കാര്യങ്ങൾ പേരൻസ് പറഞ്ഞു. പക്ഷേ അതിനൊന്നും പോകാതെ തിരുവല്ല മെഡിക്കൽ മിഷൻ, അത് സായിപ്പിൻ്റെ ആശുപത്രി എന്നാണ് പറയുന്നത്, അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അവിടുന്ന് പേപ്പേഴ്സൊക്കെ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാനതെല്ലാം ഫില്ല് ചെയ്ത് അയച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. 1961 to 65 വരെ അവിടെ പഠിക്കാൻ ദൈവം കൃപ തന്നു. അത് ഏറ്റവും എനിക്ക് സന്തോഷകരമായൊരു സ്ഥലമായിരുന്നു. അത് മുഴുവൻ മിഷൻ ഓറിയൻറ്റഡാണ്. എല്ലാ മിഷണറിമാരും, ഡോക്ടേഴ്സും ട്യൂട്ടേഴ്സും എല്ലാവരും മിഷണറിമാർ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, പിന്നെ ഓസ്ട്രേലിയ മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ആദ്യമൊക്കെ വളരെ പ്രയാസമായിരുന്നു അവിടെ ആക്സെൻ്റൊക്കെ മനസ്സിലാകാനുമൊക്കെ. എങ്കിലും അവർ വളരെ നല്ല മനുഷ്യരും ഡെഡിക്കേറ്റഡ് ആൾക്കാരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് അവിടെ ജീവിക്കാനും ദൈവകൃപയിൽ വളർന്നു വരുവാനും ദൈവമക്കളെ കാണുവാനും എപ്പോഴും അവിടുത്തെ അന്തരീക്ഷം ഒരു ദൈവിക അന്തരീക്ഷമായിരുന്നു. അതെന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ എൻ്റെ പേരൻസിനും അത് വലിയ സന്തോഷമായിപ്പോയി. പലരും നേഴ്സിങ്ങിന് പോകുന്ന ഇഷ്ടമല്ല, അങ്ങനെയാ ഇങ്ങനെയാ
എനിക്ക് വേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു. ദൈവം ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നല്ലോ, അതിൽ കൂടി ദൈവത്തെ സേവിക്കാമെന്നുള്ള ഒരു വലിയ സന്തോഷവും ആഗ്രഹവും ഉണ്ടായിരുന്നു. അത് ദൈവം സാധിപ്പിച്ചു തന്നു എന്ന് മാത്രം എനിക്ക് പറയാം. എനിവേ അവിടുത്തെ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. 1 വർഷം കൂടി അവിടെ ഇത് ചെയ്യണം, സർവീസ് പീരീഡ് എന്ന് പറഞ്ഞ് അതും കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ള പലരും പല സ്ഥലങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. പലരും നോർത്ത് ഇന്ത്യയ്ക്ക്, പിന്നെ പേർഷ്യൻ ഗൾഫിന്, പല സ്ഥലങ്ങളിലേക്ക് ജോലിക്ക്, നല്ല ജോലിയും കൂടുതൽ പൈസയും കിട്ടും, അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് ഏത് വഴിയില്ല ഞാൻ എനിക്ക് അവിടെ എങ്ങും പോകാൻ ഒരു മനസ്സും തോന്നിക്കുന്നില്ല, ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ഞാൻ അന്നേരമൊക്കെ ഈ അമേരിക്കയെക്കുറിച്ചോ ഇംഗ്ലണ്ടിനെക്കുറിച്ചൊക്കെ ഒന്ന് കേട്ടുകഴിവല്ലാതെ യാതൊന്നും അറിയത്തില്ല. അവിടെയുള്ള ആൾക്കാരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഏതായാലും ആ സമയത്ത് ഒരു മാഗസിനിൽ 2-3 ആപ്ലിക്കേഷൻ കണ്ടിങ്ങനെ അമേരിക്കയിൽ നേഴ്സസിനെ എടുക്കുന്നുണ്ടെന്ന്. അതെനിക്ക് വലിയ സന്തോഷമായി. വളരെ ആകാംക്ഷയോട് കൂടി ഞാൻ ആ കണ്ട അഡ്രസ്സിലെല്ലാം ഞാൻ ആപ്ലിക്കേഷൻ അയക്കാനൊക്കെ എനിക്ക് അവിടെ പല സിസ്റ്റേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ചോദിച്ചു ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗാൽവെസ്റ്റോൺ ടെക്സാസിൽ നിന്ന് UTMB യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് മെഡിക്കൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ഓഫർ വന്നു. അത് 2 ഇയർ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് വന്നു. അതിന് ഒരു ഓഫർ വന്നു. പക്ഷേ അതിന് പല ടെസ്റ്റുകൾ പാസ്സാകണം. അത് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് അമേരിക്കൻ കൗൺസിലായിട്ട് പോയിട്ട് എഴുതിയും സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് എഴുതി പാസ്സാകണം. അതിന് പോയി ദൈവത്തിൻ്റെ കൃപയാൽ അത് പാസ്സായി. അതിന് ശേഷമുള്ള ടെസ്റ്റുകളൊക്കെ ഞാൻ പാസ്സായി. ഞാൻ മിടുക്കിയായിട്ടൊന്നുമല്ല, ദൈവം കൃപ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ആവറേജ് പേഴ്സൺ മാത്രമാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് മാഡ്രാസിൽ പോയി വിസ ലഭിച്ചു. പിന്നെ അത് വിസയൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടായി. അതും ദൈവത്തിൻ്റെ കൃപയായിരുന്നു. എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്. അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ ആ സമയത്ത് ഹ്യൂമിഡിറ്റിയുടെ കൂടുതലുണ്ടാണോ എന്തോ അതിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ന്യൂമോണിയ പോലെ പിടിച്ചു. അന്നേരം എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയ ആയതുകൊണ്ട് അതുകൊണ്ട് അന്നേരം തന്നില്ല, പിന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം വളരെ പ്രയാസം, ഇതെല്ലാം ശരിയായിരിക്കുക, ഇത് കിട്ടിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. എനിവേ ദൈവഹിതം പോലെ ആട്ടെ. എൻ്റെ ബ്രദറും അന്നേരം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ദൈവഹിതം പോലെ ആട്ടെ. ഞാനിവിടെ തിരിച്ച് വന്ന തിരുവല്ല ഹോസ്പിറ്റലിൽ വന്ന് അവരോട് ആ ഡോക്ടേഴ്സ് അവർക്കെല്ലാം വലിയ പ്രയാസമായത് കേട്ടപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, "നോ, ഐ ആം ഗോയിങ് ടു മേക്ക് യു വെൽ എന്നും പറഞ്ഞ് പുള്ളി പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിലേ നടക്കട്ടെ. അങ്ങനെ പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റുമൊക്കെ ചെയ്തു. 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലാം നോർമലായി. പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. വിസ കിട്ടി, തിരിച്ചു വന്നു. അങ്ങനെ തിരുവല്ലയിൽ വന്നു. തിരുവല്ല ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഒരാൾ പോരുന്നത്. ആദ്യമായിട്ടാണ്. അവർക്കെല്ലാം എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ അവരെല്ലാം ഇംഗ്ലണ്ടുകാരും ഓസ്ട്രേലിയക്കാരും ഒക്കെ ആണെങ്കിലും അവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു. അവരെല്ലാം എന്നോട് വളരെ കാര്യമായിരുന്നു. ഇങ്ങോട്ട് പോരുന്നു കേട്ടപ്പം തൊട്ടേ ഈ കാനഡയിലൊക്കെയുള്ള മിഷണറിമാർ അവരൊക്കെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറേ എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ ഇവിടുത്തെ കൾച്ചറ്, എവിടെ വന്നാൽ ഏത് വിധത്തിൽ ഇടപെടണം, പിന്നെ എങ്ങനെയാണ് സ്പൂണും ഫോർക്കും ഉപയോഗിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ എനിവേ 1969 ഓഗസ്റ്റ് 30 ഓക്കെ അന്നാണ് അവിടുന്ന് പോരുന്നത്. അവിടുന്ന് കൊച്ചിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന വീട്ടിൽ എല്ലാവർക്കും ഇത്രയും ദൂരോട്ട് പെൺപിള്ളേരെ തന്നെ വിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി. അന്നൊക്കെ ആണുങ്ങളൊക്കെ പുറത്തൊക്കെ പോകും, പക്ഷേ പെൺപിള്ളേർ പുറത്ത് പോകുക എന്ന് പറയുന്നത് വളരെ അൺയൂഷ്വലായിരുന്നു. ദാറ്റ്സ് ഓക്കെ. മൈ ഫാദർ വാസ് എ സ്ട്രോങ് ഈസ് എ പ്രെയർ വാറിയർ. വളരെ ഭക്തനായിരുന്നു മനുഷ്യൻ. പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണുനീരില്ലേ വെളുപ്പാൻ കാലത്ത് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഒരു 7 വരെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പൊക്കോ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിവേ ഞങ്ങളെ ഇവിടെ പിന്നെ അതിലെല്ലാം രസമായിട്ട് എന്നെ എയർപോർട്ടിൽ വിടാനായിട്ട് പിന്നെ
വളരെ അന്നത്തെ കാര്യം 69 കാര്യം ഓർക്കണം. അന്നേരം പ്ലെയിൻ യാത്രയൊക്കെ വളരെ കുറവാണ്. അവിടുന്ന് ഒരു ടാക്സിയിൽ 8 9 പേരുണ്ടെന്ന് തോന്നുന്നു. എത്ര പേരാണെന്നറിയത്തില്ല. ഇങ്ങനെ ഞൂങ്ങി വളരെ ഞെരുങ്ങി കിടന്ന് എന്നെ അവിടെ കൊണ്ട് ആക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ പ്ലെയിനെ കയറി ഞാനിട്ട് പോരുമ്പോൾ അവർക്കെല്ലാം വളരെ പ്രയാസപ്പെട്ടു. അവരൊക്കെ പറയുന്നത് ഒരു ബ്രദർ പറഞ്ഞു ഒരു പക്ഷി വിഴുങ്ങിക്കൊണ്ട് പോകുന്ന പോലെ തോന്നി, ഞങ്ങൾക്ക് വലിയ സങ്കടമായി പോകുമെന്നൊക്കെ പറഞ്ഞു. എനിവേ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് പോരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബോംബെ വന്നു. ബോംബെയിൽ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ പല വിധത്തിൽ ഹെൽപ്പ് ചെയ്തു. അതിൽ ഞാൻ കേരളത്തിൽ നിന്ന് എങ്ങും പുറത്ത് പോയിട്ടില്ല. നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഗുജറാത്തിലൊരു കോൺഫറൻസിന് പോയതല്ലാതെ ഒരിടത്ത് ഞാൻ ഔട്ട്സൈഡിൽ പോയിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഔട്ട്സൈഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിവേ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. ഇവിടെ ഇട്ട് പോരാനായിട്ട് പിന്നെ ജാക്കറ്റ്, ഇവിടെ വിൻ്റർ കോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നതെന്ന് പോലും അറിയത്തില്ല. എനിവേ അവരതെല്ലാം മേടിച്ച് തന്നു, റെഡിയാക്കി പ്ലെയിനെ കയറ്റി വിട്ടു. അവിടുന്ന് പിന്നെ ബോംബെയിൽ നിന്ന് ലണ്ടനായിരുന്നു. അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഈ പ്ലെയിനെ കയറി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴാണെങ്കിലും എല്ലാ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരൊക്കെ. അതിനകത്ത് യാതൊന്നും കഴിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരൊക്കെ പലരും വെള്ളക്കാരാണ്. അവരൊക്കെ പറഞ്ഞു വല്ലതും കഴിക്കല്ലെങ്കിൽ കൊണ്ട് ചായ ടു ഈറ്റ് സംതിങ്, ഡ്രിങ്ക് സംതിങ്. അങ്ങ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിവേ പിന്നെ സ്പ്രൈറ്റ് മാത്രം കുടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിൽ വന്നു. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കിൽ വന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ പിന്നെ അവിടുന്ന് ഹ്യൂസ്റ്റനാണ് പോരേണ്ടത്. അവിടെ വന്നപ്പം ഹ്യൂസ്റ്റനിലോട്ടുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് പോകുന്നത്. ഭയങ്കരമുണ്ട്. പക്ഷേ ഒരു ധൈര്യം, ദൈവം വളരെ ധൈര്യം തരുന്നുണ്ട്. വളരെ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമല്ലേ. അങ്ങനെ ഇനി അവർ ഹോട്ടലിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഹോട്ടലിൽ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറങ്ങി, ഒരുവിധം കുറച്ചൊക്കെ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എയർപോർട്ടിൽ വന്നു. അവിടെ നിന്ന് ഹ്യൂസ്റ്റനിലേക്ക് വന്നു. ക്വസ്റ്റിന് സമയത്ത് വന്നു. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ മണി മിഡിൽ ഓഫ് ദ നൈറ്റ് 2 o'clock, 2 or 2:30 സംതിങ് ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഒരു സീനിയർ മോസ്റ്റ് ഒരു ആളെ ഗാൽവെസ്റ്റോണിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയത്തില്ല, എന്നാലും കണ്ടിട്ട് വിട്ടിരുന്നു. പുള്ളിക്കാരിക്ക് ഞാൻ എഴുതിയാൽ ഞാനിങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ആരെയും അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ പുള്ളിക്കാരുടെ പേര് കുഞ്ഞമ്മയെന്ന്. പുള്ളിക്കാരി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഹ്യൂസ്റ്റണിൽ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് എനിക്കൊന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫോൺ വിളിക്കാൻ ഞാൻ അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞു, ഞാനിങ്ങനെ ന്യൂ കമറാ, എനിക്കൊരു ഹെൽപ്പ് വേണം, ഫോൺ വിളിക്കണം. അന്നേരം എന്നോട് പറഞ്ഞു ഗോ ആൻഡ് പുട്ട് എ നിക്കിൾ ദേ. എന്നിട്ട് ആ ഫോൺ വിളിക്കാൻ പറഞ്ഞു നിക്കിൾ. അന്നേരം ഞാൻ പറഞ്ഞു നിക്കിൾ എന്നെ കയ്യുടെ നിക്കിളാണ്. അങ്ങോട്ട് ഞാൻ അടോണ്ട് കാപ്പനി നിക്കിൾ. അന്ന് $7 നമുക്ക് തന്നു വിടുന്നത് അങ്ങോട്ട് പോകാൻ. അതിൽ കൂടുതൽ തരത്തില്ല. എനിവേ അത് ഡോളറായിട്ടാണ്, അല്ലാതെ നിക്കിളായിട്ടും ഡയമായിട്ടും ഒന്നുമല്ല. അന്നേരം ആർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. പക്ഷേ പറഞ്ഞു ഡോ വറി അപ്പാട്ട് കൊണ്ട് ഹാപ്പിലെന്ന് പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് അയാൾ നിക്കിളെടുത്ത് ഫോണിൽ പേ ഫോണിലിട്ടിട്ട് പുള്ളിക്കാരിയെ വിളിച്ചപ്പം പുള്ളിക്കാരി ആൻസർ ചെയ്യുന്നവരും പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല, അവിടെ ലൂമസിനെ ഇവർ ഈ UTMB യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസുകാരെ ഞാൻ ചെല്ലാനായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഗാൽവെസ്റ്റണിലേക്ക് ലൂമസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൂമസിന് എന്താണ് വാട്ട് ഈസ് എ ലൂമസ്? അന്നേരം നേരോട് ചോദിച്ചു വാട്ട് ഈസ് എ ലൂമസിൻ. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതൊന്നും അറിയത്തില്ല, ന്യൂ ആണല്ലോ ഒന്നും കൊണ്ട്. അത് പറഞ്ഞു ഞാൻ കൊണ്ട് ടേക്ക് ഓവർ ദയർന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ലൂമസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. ലൂമസിൻ്റെ അടുത്ത് ചെന്ന് അതിനകത്ത് കയറി. അതിനകത്ത് അന്നേരം 8 passengers ഉണ്ട്, എന്നെ കൂടി ഉൾപ്പെടെ ഡ്രൈവറും ഉണ്ട്. അതായിട്ട് ഗാൽവെസ്റ്റോൺ യാത്രയായി. അന്നേരം അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓരോ പാസഞ്ചേഴ്സ് ഓരോ സ്ഥലത്ത് ഓരോ മുക്കിനും മൂലയ്ക്കുമായിട്ട് ഇറങ്ങി അവസാനം വന്നപ്പോൾ ഞാനും ഡ്രൈവറും ശേഷിച്ചു. അന്നേരത്തേക്ക് ഐ തിങ്ക് 4 o'clock 4:30 സംതിങ് ഏർലി മോർണിംഗ്. എൻ്റെ മനസ്സിൽ അങ്ങ് വളരെ പേടിയുണ്ട്, എന്തോ എവിടെയാ ആരെയും അറിയത്തുമില്ല.
അന്നേരം അയാൾക്ക് മനസ്സിലായി ഐം സോ സ്കെയർഡ് അത് പറഞ്ഞു ഡോണ്ട് വറി ഐ ആം ഗോയിങ് ടു ടേക്ക് യു റൈറ്റ് പ്ലേസ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ അവിടെ കൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ ആ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ആളിലെ അപ്പാർട്ട്മെൻറ്റിൽ മുട്ടി അവിടെ തുറന്ന് തന്നെ അവിടെ കയറ്റി ആക്കിയിട്ടാണ് അങ്ങേര് പോരുന്നത്. അങ്ങേർക്കുള്ള പിന്നെ ഫീസും ഒക്കെ കുഞ്ഞമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങേരിക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഇവിടുന്ന് ഗാൽവസ്റ്റോൺ വരെയുള്ള യാത്ര.